ഈ ടിനി ടോം എന്ന് പറയുന്ന നടൻ ഭയങ്കര കുഴപ്പക്കാരനാണ് എന്ന തോന്നലാണ് എനിക്കുണ്ടായിട്ടുള്ളത്. സത്യസന്ധമായിട്ട് പറയാമല്ലോ, ഇയാൾ ആകെപ്പാടെ ഒരു പ്രശ്നക്കാരനാണ് എന്ന തോന്നലാണ് എനിക്ക് ഈ കാര്യങ്ങൾ ആകെപ്പാടെ കാണുമ്പോഴും അതിൻ്റെ തെളിവുകളായിട്ട് പലതും നമ്മൾ വാർത്തകളിലേക്ക് വരുമ്പോഴൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. ഇതിനകത്ത് അൻസിബ ഹസൻ എന്ന് വെച്ചാൽ താരതമ്യേന ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു ഈ സിനിമാ മേഖലയിൽ തുടക്കക്കാരി എന്നൊക്കെ പറയാവുന്ന, അവർ കുറേ കാലമായി വന്നിട്ട്, പക്ഷേ എന്നാലും ഒരുപാട് പ്രായം മുതിർന്ന ആളല്ല. അവർക്കെതിരെ എന്ത് നിന്ദ്യമായിട്ടുള്ള ആരോപണങ്ങളാണ് വന്നിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടുള്ള ഒരാളുടെ മകൻ കൂടിയായിട്ടുള്ള അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ശ്രീപ്രകാശ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വന്നിട്ട് ശ്രീ കൈലാസ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞിരിക്കുകയാണ്, അയാളെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നാണ് അത്രേ ഈ വന്ന ആരോപണം. അയാൾ വന്ന് പറയണം അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഞാൻ നോമ്പെടുത്തപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ എന്നോട് അങ്ങനെ മതപരമായിട്ടൊരു കാര്യം സംസാരിച്ചിട്ടില്ല എന്ന്. അപ്പോൾ നോക്കൂ, ഇതെന്തൊരു നിന്ദ്യമായിട്ടുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. അതായത് നമ്മുടെ ഈ ജീവിക്കുന്ന ഈ കാലത്ത് ഇപ്പോൾ അൻസിബ ഹസൻ പറയുന്നുണ്ട്, ഇത് മാത്രമല്ല, ഇപ്പം നീന കുറുപ്പിൻ്റെ പരാതി എന്താ, അങ്ങേയറ്റം മോശമായ വാക്കുപയോഗിച്ചു. അവർക്ക് വളരെ മുതിർന്നൊരു സ്ത്രീയാണ്, വളരെ മുതിർന്നൊരു ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, എത്രയോ കാലമായിട്ട് അവരെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ അവരെപ്പറ്റി വളരെ മോശമായിട്ട് ഇയാൾ പരസ്യമായിട്ട് ഈ ടീമിനകത്ത് നിന്ന് പറഞ്ഞത്രേ. അപ്പോൾ അത് ശരിവെക്കുന്നുണ്ട്. ഇപ്പം അൻസിബ ഹസനാണ് അത് ആദ്യം പറഞ്ഞെങ്കിൽ അവരുടെ പരാതി നമ്മുടെ മുന്നിലേക്ക് വന്നല്ലോ. അപ്പോൾ ഈ ഒന്നിലേറെ പരാതികളാണ് ഇയാൾക്കെതിരെ വരുന്നത്. അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ അധിക്ഷേപിക്കുക, അവരെ അടിച്ചിരുത്തി കളയുക, അതിനും അപ്പുറത്തേക്ക് കടക്കുകയാണ് ഈ ജിഹാദ്. നോക്കൂ, ഇപ്പോഴും നമ്മൾ ജീവിക്കുന്ന ഈ രാഷ്ട്രീയ കാലത്ത് ഒരു പെൺകുട്ടിക്കെതിരെ, ഒരു മുസ്ലിം പെൺകുട്ടിക്കെതിരെ അവർ മതം മാറ്റം നടത്താൻ പോയി, ജിഹാദ് നടത്താൻ പോയി എന്ന് പറഞ്ഞിട്ട് ആളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാണ്. അതെന്തുമാത്രം ദുഷ്ടമായിട്ടുള്ള ആരോപണമാണെന്ന് ആലോചിക്കുക. എന്തൊരു ദുഷ്ടമായിട്ടുള്ള ആളുകൾക്കാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ വാക്ക് തർക്കം ഉണ്ടാവും. ഇപ്പോൾ ഒരു സംഘടനക്കകത്ത് ഒരു 4 മനുഷ്യരുണ്ടെങ്കിൽ 5 അഭിപ്രായം ഉണ്ടാവും. അങ്ങോട്ടും അതിനാണ് സംഘടനക്കകത്ത് ചർച്ചയുണ്ടാവും, വിമർശനങ്ങളുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം ഉണ്ടാവും. ഞാൻ ഒരു സംഘടനയിൽ അംഗമാണെങ്കിൽ എനിക്ക് പൂർണ്ണമായിട്ടും ശരിയെന്ന് തോന്നുന്നൊരു അഭിപ്രായം ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ ആ അഭിപ്രായത്തിന് അവിടെ വില കിട്ടില്ല. അവിടെ ഭൂരിപക്ഷ അഭിപ്രായം മറ്റൊന്നാണെങ്കിൽ ആ വഴിക്ക് പോകും. അത് സംഘടന. മനുഷ്യർക്കിടയിൽ ജീവിക്കുമ്പോൾ മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. മനുഷ്യർക്കിടയിൽ ചിലപ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ തെറ്റും. ഞാനും ശ്യാമിലി ഒരു സംഘടനയിൽ നിൽക്കുമ്പോൾ ശ്യാമിലി പറയുന്ന അഭിപ്രായത്തോട് എനിക്ക് വിയോജിപ്പുണ്ടാകാം എന്ന് വെച്ച് ശ്യാമിലിക്കെതിരെ ഞാൻ കുറ്റം പറഞ്ഞ് നടക്കാമോ, അല്ലെങ്കിൽ ഇങ്ങനെ നിന്ദ്യമായിട്ടും രൂക്ഷമായിട്ടും തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും തോൽപ്പിച്ച് കളയുക എന്ന് കരുതിയിട്ട് ഇങ്ങനെ മോശം കാര്യങ്ങൾ പറയാൻ പാടുണ്ടോ? ഇത് ഇയാൾ പറഞ്ഞു എന്നുള്ള തെളിവായിട്ടാണല്ലോ ഇപ്പോൾ ഈ ശ്രീ കൈലാസ് എന്ന് പറയുന്ന ആൾ വന്നിരിക്കുന്നത്. ഞാനല്ല കേട്ടോ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പറയേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, അപ്പോൾ ശരിക്കും ഇയാൾ പറഞ്ഞു, ഒരാളെ ചൂണ്ടിക്കാണിച്ചത് ആ ആളെ മതം മാറ്റാനായിട്ട് ഇയാൾ ശ്രമിച്ചു എന്ന് പറഞ്ഞു. നോക്കൂ, അതെന്തുമാത്രം അപകടകരമായ ഒരു ആരോപണമാണ് ഈ കാലത്ത് ജീവിച്ചിരിക്കുമ്പോൾ. അവർ സിനിമ പോലൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോൾ ദൃശ്യം പോലൊരു സീരീസിനകത്ത്, അല്ല സിനിമക്കകത്ത്, മീൻസ് ഒരു സിനിമ ഫ്രാഞ്ചൈസിക്കകത്ത് വളരെ പ്രധാനപ്പെട്ട റോളിലുള്ള ആളാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംവിധാനം പോലുള്ള മേഖലകളിലൂടെ അല്ലേ ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിലൂടെ ആലോചനയുള്ള ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ അത് നൂറിൻ ഷെരീഫ് മറ്റേ കുട്ടിയാണോ എനിക്കറിയില്ല. നൂറിൻ ഷെരീഫ ഓക്കെ. എന്നാലും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നൊരു ആളാണ്. അപ്പോൾ അവരെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങ് ഇല്ലാതാക്കി കളയാനുള്ള പണിയാണ് ഈ ചങ്ങാതി ചെയ്യുന്നത്. എന്നാൽ അതിനകത്ത് ഒരു സംഭവം അങ്ങനെ വന്നാൽ ഒരു സംഘടനയാണ്, അതിൻ്റെ ലീഡർഷിപ്പ് എന്ത് ചെയ്യണം, അതിനെ ഒതുക്കാൻ, അതിനെ രണ്ടുപേരെ ഇരുത്തി സംസാരിച്ച് പരിഹരിക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകരുത് കേട്ടോ. ഇപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് MLA ആയി മാറിയ നമ്മുടെ രമേശ് പിഷാരടി പറഞ്ഞില്ലേ, ഇതിനകത്തേക്ക് പ്രത്യേക കുഴപ്പത്തിലേക്ക് പോകരുത്, കണ്ടന്റ് കാര്യമാകരുത്, ഇത് ബുദ്ധിമുട്ടാകരുത്. അത് അദ്ദേഹത്തിനറിയാം, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളത് അദ്ദേഹത്തിനറിയാം, അത് ഇവർക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ ശ്വേതാ മേനോൻ വന്നിട്ട് പറയുന്നത് എന്താണ്, അവർ പറയുന്നത് ഇതിലൊരു പക്ഷം പിടിച്ചിട്ടാണ്, അൻസിബ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണോ? അവർ സംഘടനയുടെ പ്രസിഡന്റ് ആണെങ്കിൽ അവരെന്ത് ചെയ്യണം, ഈ പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്, അല്ലാണ്ട് പ്രശ്നം വഷളാക്കാനല്ല. ഇവർ വന്നിട്ട് ഇത്ര കാലമായതേ ഉള്ളൂ, ഒരാൾ ഇറങ്ങിപ്പോയി, 2 ആളുകളുടെ ഗൗരവതരമായിട്ടുള്ള പരാതി അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഈ സംഘടനയെ നയിക്കുന്ന ആളുകൾക്ക് ഒരു തരത്തിലുമുള്ള അതിനുള്ള പക്വതയില്ല എന്ന് വീണ്ടും അവർ തെളിയിക്കുക ചെയ്യുന്നത്. ഇവർക്ക് ഈ ഇവർ സിനിമാക്കാരൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ചൊരു ഇതങ്ങ് വരികയാണ്. അതായത് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ മാത്രമേ നോക്കുള്ളൂ, അല്ലെങ്കിൽ ഈ പറയുന്ന പൊതുവിൽ പാലിക്കപ്പെടുന്ന സംഗതികളൊന്നും നമ്മൾ പാലിക്കേണ്ടതില്ല എന്നൊരു അഹങ്കാരം പോലെ വരുന്നുണ്ടെന്നാണ് എനിക്ക് ഇതെല്ലാം കാണുമ്പോൾ തോന്നുന്നത്. കാരണം ഈ ടിനി ടോം, നമ്മൾ രാഷ്ട്രീയമായിട്ട് എന്തൊക്കെ തർക്കങ്ങൾ കാണുന്നു ശ്യാമിലി, എന്തൊക്കെ തർക്കങ്ങൾ, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ എന്തൊക്കെ തർക്കങ്ങൾ കാണുന്നു. കേരളത്തിൽ BJP പോലും ഇത്രയ്ക്ക് നിന്ദ്യമായിട്ടുള്ള ആരോപണങ്ങൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളോട് കുറച്ച് ഉന്നയിക്കില്ല. പറയുമ്പോൾ അവർ ഈ പറയുന്നത് രാഷ്ട്രീയം എടുത്ത് കളിക്കുന്ന ആളുകളാണല്ലോ BJP, ഹിന്ദുത്വ രാഷ്ട്രീയമാണല്ലോ അവരെടുത്ത് കളിക്കുന്നത്. അവർ ഇങ്ങനെ ചില കാര്യങ്ങൾ അവർക്ക് പറയാൻ കേരള രാജ്യത്ത് മൊത്തത്തിൽ അവർ അങ്ങനെ ഒരു രാഷ്ട്രീയം പയറ്റുന്ന ആളല്ല. പക്ഷേ അവർ പോലും എതിരാളികൾക്കെതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും പറയേയില്ലല്ലോ. അപ്പോൾ അതെടുത്തിട്ടാണ് ടിനി ടോം ഈ കാര്യം ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു വളരെ മോശം കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർ എത്രയും പെട്ടെന്ന് തിരുത്തി അവർക്ക് കൊള്ളാം.